വെൽക്കം ടു ഹിന്ദി എജ്യുലേൺ. ഹിന്ദി എജ്യുലേണിൻ്റെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിൻ്റെ യൂണിറ്റ് 5-ലെ നസാരെ എന്ന് പറയുന്ന യൂണിറ്റാണ്. എന്താണ് നസാരെ എന്ന് പറഞ്ഞാൽ? കാഴ്ചകൾ എന്നാണ്. നസാരെ എന്ന് പറഞ്ഞാൽ കാഴ്ചകൾ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾ എന്നർത്ഥം നമുക്ക് കൊടുക്കാം. പ്രേംചന്ദിൻ്റെ വചനം നോക്കാം നമുക്ക് എന്താണെന്ന്. ജീവൻ കാ വാസ്തവിക സുഖ് ദൂസരോं को സുഖ देने में है उनका സുഖ് ചീനിനെ മേ നഹി. എന്താ ഇവിടെ പ്രേംചന്ദ് പറഞ്ഞിരിക്കുന്നത്? ജീവൻ കാ വാസ്തവിക സുഖ്, ജീവിതത്തിൻ്റെ വാസ്തവികമായ സന്തോഷം അല്ലെങ്കിൽ സുഖം. ദൂസരോं को സുഖ देने में है, മറ്റുള്ളവർക്ക് സന്തോഷം നൽകുമ്പോഴാണ്. നമ്മൾ ഒരാൾക്കൊരു സഹായം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതം വാസ്തവത്തിൽ സന്തോഷത്തിലായിരിക്കുമെന്ന്. അല്ലാതെ അവരുടെ സുഖത്തെ അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തെ തട്ടിയെടുക്കുന്നതല്ല യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ വാസ്തവികമായ ഒരു സുഖം എന്ന് പറയുന്നത്. അപ്പോൾ പരസ്പര സഹായം, മനുഷ്യത്വം അഥവാ സഹാനുഭൂതി അല്ലെങ്കിൽ സഹജീവികളോട് കരുണ, സ്നേഹം, അതാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ജീവിതത്തിൻ്റെ വാസ്തവികമായ സന്തോഷം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് സന്തോഷം നൽകുമ്പോഴാണ്. അല്ലാതെ ഉൻക അവരുടെ സുഖം ചീനിനേമേ നഹി, തട്ടിയെടുക്കുന്നതിലല്ല. പ്രേംചന്ദിൻ്റെ ഉക്തിയാണ് നമ്മളിവിടെ കണ്ടത്. ഇനി നമ്മുടെ പാഠഭാഗത്തിലേക്ക് പോകുമ്പോൾ ഒരു ഡയറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡയറി എഴുതിയിരിക്കുന്നത് ജസീന്ത കെർക്കട്ട എന്ന് പറയുന്ന ലേഖികയാണ്. ജസീന്ത കെർക്കട്ട എന്ന ലേഖിക ഒരു ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നപ്പോഴുണ്ടായ അവരുടെ ഒരു ദിവസത്തെ അനുഭവമാണ് ഈ ഡയറിയിൽ എഴുതിയിട്ടുള്ളത്. എന്താണ് പാഠഭാഗത്തിൻ്റെ നെയിം? പ്രേം കെ സിവ ഔർ കുച്ച് നഹി. പ്രേം കെ സിവ ഔർ കുച്ച് നഹി. സ്നേഹമല്ലാതെ മറ്റൊന്നുമില്ല. സ്നേഹത്തെ കൂടാതെ നമുക്കൊന്നും സാധ്യമല്ല എന്നാണ്. സിവ എന്ന് പറഞ്ഞാൽ കൂടാതെ, കുച്ച് നഹി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്നുള്ള അർത്ഥം. സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല, അല്ലെങ്കിൽ സ്നേഹത്തെ കൂടാതെ മറ്റൊന്നുമില്ല എന്നാണ് പാഠഭാഗത്തിൻ്റെ ഹെഡിങ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഏത് പാഠഭാഗമാണ് അല്ലെങ്കിൽ എന്താണ് ഹിന്ദിയിലെ ഗ്രാമർ, നമ്മൾ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സുകളൊക്കെ ഇനി ആരംഭിക്കാൻ പോവുകയാണ്. ഏത് പാഠഭാഗമാണ് അല്ലെങ്കിൽ ഗ്രാമറിലെ ഏത് പോർഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടൊന്നും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ തരുന്ന പ്രചോദനമാണ് നമുക്ക് ഓരോ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യാൻ നമ്മെ പ്രാപ്തരാക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. ജസീന്ത കെർക്കട്ടയാണ് നമ്മുടെ ലേഖികയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ജന്മം 1983 ഓഗസ്റ്റ് 3 ജസീന്ത കെർക്കട്ട കാ ജന്മ ജാർഖണ്ഡ് മേ ഹുവ. ജസീന്ത കെർക്കട്ടയുടെ ജനനം ജാർഖണ്ഡിലാകുന്നു. വേ ലേഖക് ഏവം പത്രകാർ ഹെ, അവരൊരു ലേഖികയും അതുപോലെ തന്നെ പത്രകാരും കൂടിയായിരുന്നു. അങ്കോർ, ഈശ്വർ ഔർ ബാസാർ, ജസീന്ത കി ഡയറി, ജഡോം കി ജമീൻ ആദി ഉൻകി പ്രമുഖ രചനായേ മേ ഹെ. അങ്കോർ, അതുപോലെ ഈശ്വർ ഔർ ബാസാർ, ജസീന്ത കി ഡയറി, ജഡോം കി ജമീൻ തുടങ്ങിയവ അവരുടെ പ്രമുഖമായ രചനകളാകുന്നു. അവർക്ക് കിട്ടിയ പുരസ്കാരങ്ങളാണ് വേ പ്രേരണ സമ്മാൻ, രവിശങ്കർ ഉപാധ്യായ് യുവകവി സമ്മാൻ, അപരാജിത സമ്മാൻ തുടങ്ങിയ ആദീസെ പുരസ്കൃത മുതലായവ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ജാർഖണ്ഡിലെ ഒരു ഹോസ്പിറ്റലിൽ പോയ സമയത്തുണ്ടായ ഒരു സഹാനുഭൂതി നിറഞ്ഞ ഒരു സംഭവത്തെക്കുറിച്ചുള്ള ഡയറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പാഠത്തിൻ്റെ പേര് പ്രേം കെ സിവ ഔർ കുച്ച് നഹി, സ്നേഹത്തെ കൂടാതെ മറ്റൊന്നുമില്ല. ഡയറിയാണ്. അപ്പോൾ ഒരു ഡയറിയുടെ മോഡലും കൂടിയാണ് നിങ്ങളവിടെ പഠിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ദിവസം കൊടുത്തിട്ടുണ്ട്, അതുപോലെ സ്ഥലപ്പേരും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു മോഡലിലായിരിക്കും ഡയറിയൊക്കെ എഴുതാൻ. എന്തായാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. വേറൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് പാഠഭാഗത്തെ ആസ്പദമാക്കി ഡയറി ചോദിക്കാറുണ്ട്. നോക്കാം, ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 27 ജൂൺ 2022 സോമവാർ. 27 ജൂൺ 2002 സോമവാർ, തിങ്കളാഴ്ച. സ്ഥലപ്പേര് നോക്കാം, റാഞ്ചി, ജാർഖണ്ഡ്. ജാർഖണ്ഡിലെ റാഞ്ചിയാണ് സ്ഥലമുള്ളത്. അപ്പോൾ ഡയറി നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഡയറി പറയുന്നതെന്ന്. മനുഷ്യത്വത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ സ്നേഹത്തെക്കുറിച്ചൊക്കെയാണല്ലേ പറയുന്നത്. റിംസ് झारखंड का सबसे बड़ा सरकारी अस्पताल है. इस अस्पताल में एक रिपोर्ट लेने मैं कतार में खड़ी थी. അപ്പോൾ നമ്മൾ ഡയറി എഴുതുമ്പോൾ ഒരു പ്രത്യേകത എന്താ? നമ്മൾ
ഫസ്റ്റ് പേഴ്സൺ അല്ലേ, മേം എന്ന അഭിസംബോധന ചെയ്തുകൊണ്ടാണ് നമ്മൾ എഴുതുക. ഞാൻ, എനിക്കുണ്ടായ സംഭവങ്ങൾ, എൻ്റെ അഭിപ്രായങ്ങൾ, എൻ്റെ അനുഭവങ്ങളാണല്ലോ നമ്മൾ ഡയറി, അവരവരുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ ചെയ്യുക. അപ്പോൾ ഡയറി എഴുതുമ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ പാഠം പഠിക്കുന്നതിലൂടെ നമുക്കത് മനസ്സിലാകും. റിംസ് ജാർഖണ്ഡ് കാ സബ്സെ ബഡാ സർക്കാരി അസ്പതാൽ ഹെ. റിംസ് ജാർഖണ്ഡിലെ ഏറ്റവും വലിയൊരു സർക്കാർ ഹോസ്പിറ്റലാണ്. അസ്പതാൽ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ. ഇസ് അസ്പതാൽ മേ, ഈ ആശുപത്രിയിൽ ഏക്ക് റിപ്പോർട്ട് ലേനെ, ഒരു റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടി മേം, ഞാൻ ഖത്താർ മേ ഘടീതി, ഖത്താർ എന്ന് പറഞ്ഞാൽ വരിയായിട്ട് നിരയിൽ ഇങ്ങനെ ഘടീതി നിൽക്കുകയായിരുന്നു. അപ്പോൾ ക്യൂവിൽ നിൽക്കുകയാണ്. മേരെ ആകെ, എൻ്റെ മുമ്പിൽ ഏക്ക് വ്യക്തി ഘടാത, ഒരു വ്യക്തി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം എൻ്റെ മുന്നിലായിട്ട് ഒരാളിങ്ങനെ ക്യൂവിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഉസേഭി കോയി റിപ്പോർട്ട് ലേനീതി, അയാൾക്കും ഏതോ റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു അയാൾ നിൽക്കുന്നത്. പൈസ ജമാ കർത്തേ വക്ത്, പൈസ എടുത്ത സമയത്ത്, ഇങ്ങനെ പൈസ എണ്ണീട്ട് റിപ്പോർട്ട് വാങ്ങുന്ന സമയത്ത് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ഉസ്കേ പാസ്, ആ വ്യക്തിയുടെ അടുത്ത് 20 റുപ്പയെ, 20 രൂപയുടെ കം പട് രഹേതെ, കുറവുണ്ടായിരുന്നു. അയാൾ 20 രൂപ അയാൾക്ക് റിപ്പോർട്ട് വാങ്ങുന്നതിൽ കുറവ് വന്നു. വഹ് പരേശാൻ ഇധർ ഉധർ താക്ക് രഹാദ, അപ്പം റിപ്പോർട്ട് കിട്ടണമെങ്കിൽ ആ സമയത്ത് പൈസ കൊടുക്കണം അല്ലേ, 20 രൂപ വേണം. അപ്പോൾ ഇയാൾ ആകെ പരേശാൻ എന്ന് പറഞ്ഞാൽ വളരെ പരിഭ്രമം, ബുദ്ധിമുട്ട്, ഇധർ ഉധർ അങ്ങോട്ടും ഇങ്ങോട്ടും, താക്ക് രഹാദ നോക്കിക്കൊണ്ടിരുന്നു, താക്ക് രഹാദ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബാർ ബാർ പലതവണ, ജേബ് മേം, ജേബ് പോക്കറ്റിൽ ഹാത്ത് ഢാൽത്താത, കൈയിട്ടുകൊണ്ടിരുന്നു. അപ്പോൾ അയാൾ ഇനി എങ്ങാനും കാണാണ്ടെങ്ങാനും എവിടെയെങ്കിലും 20 രൂപ ഇരിപ്പുണ്ടോ എന്ന് ഓർത്തിട്ട് ഇയാൾ ഇങ്ങനെ തപ്പി നോക്കാൻ തുടങ്ങി. പീച്ചെ വാലെ ലോഗ്, അപ്പോൾ ക്യൂവിൽ പിന്നിലേക്ക് നിൽക്കുന്ന പീച്ചെ വാലെ ലോഗ്, പിന്നിലായി നിൽക്കുന്ന ജനങ്ങൾ, ജൽദി കറോ ചില്ലാ രഹേദേ, അവരോട് വേഗാവട്ടെ, താങ്കൾ വേഗം പൈസ കൊടുക്ക്, എന്നിട്ട് എന്ത് ചെയ്യൂ, റിപ്പോർട്ട് വാങ്ങിപ്പോന്ന് പറഞ്ഞ ആളുകൾ ചില്ലാ രഹേദേ, ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. കാരണം ഇയാൾ ഇവിടെ പൈസ കൊടുക്കാൻ വൈകുന്നത് കൊണ്ട് പുറകിൽ നിൽക്കുന്നവർക്ക് വീണ്ടും സമയം വൈകുകയാണ്. അപ്പോൾ ആളുകൾ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. 20 റുപ്പയ നഹി മിൽ രഹാ, ലൈൻ മേ ഗഡാഹും ലേക്കർ ജൽദി ആയിയേ, 20 രൂപ എൻ്റെ കയ്യിലില്ല, ലൈൻ മേ ഗഡാഹും, ഞാൻ വരിയിൽ നിൽക്കുകയാണ്, ലേക്കർ ജൽദി ആയേ, വേഗം 20 രൂപ എടുത്തിട്ട് വായോ എന്ന് വോ കിസി സെ ഫോൺ പർ കഹ്രഹാദ, അയാൾ ഫോണിൽ ആരോടോ പറയുന്നുണ്ടായിരുന്നു. ഇയാൾ പൈസ നോക്കിയപ്പോൾ 20 രൂപയില്ല. അപ്പോൾ ഫോണിലൂടെ വിളിച്ചറിയാണ്, 20 റുപ്പയ നഹി മിൽ രഹ, എൻ്റെ കയ്യിൽ 20 റുപ്പയ ഇല്ല, 20 രൂപയില്ല, ലൈൻ മേ ഗഡാഹും, ഞാൻ വരിയിൽ നിൽക്കുകയാണ്, ലേക്കർ എടുത്തിട്ട് ജൽദി ആയിയേ, വേഗം വന്നാലും. വോ കിസി സെ ഫോൺ പർ കഹ് രഹാദ, അയാൾ ഇങ്ങനെ ഫോണിലൂടെ പറയുന്നുണ്ടായിരുന്നു. തഭി, അപ്പോൾ, മെനെ, ഞാൻ, 20 റുപ്പയെ നികാൽ കർ, 20 രൂപ എടുത്തിട്ട് ഉസ്കി ഓർ ബഡാ ദിയെ, അയാളുടെ നേരെ നീട്ടി. ആരാ പറയുന്നേ, നമ്മുടെ ലേഖിക. ഇത് കേട്ടപ്പോൾ വേഗം തൻ്റെ പോക്കറ്റിൽ നിന്നും തൻ്റെ പേഴ്സിൽ നിന്നും 20 രൂപ എടുത്ത് അയാൾക്ക് നേരെ നീട്ടി. ഉസിനെ രാഹത്ത് കി സാൻസ് ദി, അയാൾ ആശ്വാസത്തിൻ്റെതായ ഒരു ശ്വാസം വിട്ടു. റാഹത്ത് ആശ്വാസം, സാൻസ് ശ്വാസം. മെനെ ദേഖ, ഞാൻ കണ്ടു. आदमी छोटी सी मदद के लिए आसपास गड़े इंसानों की तरफ नहीं देख सकता, ആ മനുഷ്യന് ചോട്ടി സി മദദ്ക്ക് ഈ ഒരു സഹായമാണല്ലേ ഇത്, 20 രൂപ. ആസ്പാസ്, ചുറ്റുവട്ടമുള്ള, ഘടേ ഇൻസാനോക്കി തരഫ്, നിൽക്കുന്ന മനുഷ്യന്മാർക്ക് നേരെ, നഹീൻ ദേഖ് സക്ത, നോക്കാൻ അയാൾക്ക് പറ്റിയില്ല. അയാൾ ഈ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് എനിക്ക് ആരെങ്കിലും തരുമോ എന്ന് പറഞ്ഞാൽ അവരെയൊന്നും നോക്കുന്നുണ്ടായിരുന്നില്ല. അയാൾക്ക് വല്ലാത്ത ഒരു അസഹായത അവിടെ അനുഭവപ്പെട്ടു. അസഹായ മഹസൂസ് കർത്താത, അയാൾക്ക് അസഹായത അവിടെ അനുഭവപ്പെട്ടു എന്ന്. 20 രൂപ ഇല്ലാതെ വിവശനായി നിൽക്കുന്ന ഇയാൾക്ക് നമ്മുടെ ലേഖിക 20 രൂപ കൊടുക്കുന്നു. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മളിവിടെ കണ്ടത്. ഇവിടെ നമുക്ക് താഴെയായിട്ട് ക്വസ്റ്റ്യനൊക്കെ തന്നിട്ടുണ്ട് അല്ലേ. मैंने 20 रुपये निकाल कर उसकी ओर बढ़े दिए, यहाँ ലേഖിക का कौन सा മനോഭാവ പ്രകട होता है, ഇവിടെ 20 രൂപ പുറത്തെടുത്ത് വേഗം അയാൾക്ക് നേരെ നീട്ടി. ഇവിടെ ലേഖികയുടെ ഏത് മനോഭാവമാണ് പ്രകടമായിട്ടുള്ളത് അല്ലേ, മനുഷ്യത്വം അല്ലെങ്കിൽ ഒരു സഹാനുഭൂതി, മനുഷ്യ സഹജീവികളോടുള്ള കരുണയൊക്കെയാണ്. അപ്പം പാഠഭാഗത്തിൻ്റെ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് പാഠഭാഗത്തിന് ശേഷം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അങ്ങനെ നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് വരുമ്പോൾ, काम पूरा होने पर वह कतार से अलग हो गया और 20 रुपये के लिए फ़ोन पर किसी को बुलाता रहा. मैं रिपोर्ट लेकर जाने लगी तो वह पास आया. അപ്പം എന്താ പറയുന്നത്, काम पूरा होने पर, ജോലി പൂർത്തിയാക്കിയതിന് ശേഷം, വഹ് കത്താർ സെ അലഗ് ഹോ ഗയ, എന്ന് വെച്ചാൽ അയാൾ ആ പൈസയും കൊടുത്ത് റിപ്പോർട്ടും വാങ്ങി ആ വരിയിൽ നിന്നും അങ്ങോട്ടേക്ക് മാറി. അവർ എന്നിട്ട് 20 റുപ്പയ്ക്ക് 20 രൂപയ്ക്കും വേണ്ടി ഫോണിൽ കിസിക്കോ, ആരെയോ ബുലാത്ത രഹ, വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ലേഖികയാണ്, അയാൾ ആ 20 രൂപയ്ക്ക് ആരോടോ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു. ഞാൻ റിപ്പോർട്ട്
റിപ്പോർട്ട് വാങ്ങിയിട്ട് ജാനെ ലഗീത്ത പോകാൻ തുടങ്ങിയപ്പോൾ വഹ് പാസ് ആയ, അയാൾ എൻ്റെ അരികിലേക്ക് വന്നു. പാസ് എന്ന് പറഞ്ഞാൽ അടുത്തേക്ക്, ആയ വന്നു. അയാൾ എന്താ പറഞ്ഞു നോക്കിയേ, ജരാ രുക്കിയേ, അല്പം ഒന്ന് അവിടെ നിന്നാലും. ധന്യവാദ്, താങ്ക് യു, നന്ദി. ആപ്കെ 20 റുപ്യേ, ദാ താങ്കളുടെ 20 രൂപ. പൈസ ലൗട്ടാത്തെ ഹുയെ ഉസ്നെ കഹ, പൈസ മടക്കി കൊടുത്തുകൊണ്ട് ആ വ്യക്തി ലേഖികയോട് പറഞ്ഞു, വളരെ നന്ദി എന്ന്. അപ്പോൾ ലേഖിക തിരിച്ചു ചോദിക്കുകയാണ്, അരേ വാപ്പസ് കർണ ജരൂരി നഹി ഹേ, ഇതിപ്പോൾ തിരിച്ചു തരേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. 20 ഹി തോ റുപ്പേ ഹേ, ഒരു 20 രൂപയല്ലേ. മെന്നെ കഹ, ഞാൻ പറഞ്ഞു. ലേഖിക പറഞ്ഞു, എന്തിനപ്പം നിങ്ങൾ തിരിച്ചു തന്നത്, ഒരു 20 രൂപ മാത്രമല്ലേ ഉള്ളൂ എന്ന്. അപ്പോൾ അയാൾ പറയാ, നഹീം അല്ല, വഹ് 20 ഹി റുപ്പേ നഹി, ഇത് കേവലം ഒരു 20 രൂപ മാത്രമല്ലായിരുന്നു. കഹക്കർ വഹ് ചലാഗയ, അതും പറഞ്ഞ് അയാൾ നടന്നുപോയി. ഇസ്സെ അപ്പിനെ ക്യാ സമച്ച, ഇതിലൂടെ താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത് എന്ന്. അല്ലേ, നമുക്കറിയാം 20 രൂപയാണെങ്കിലും ആ തക്ക സമയത്ത്, ആ വിലപ്പെട്ട സമയത്ത് അത് കിട്ടി. അപ്പോൾ അത് അത്രയ്ക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നൊരു സമയമായിരുന്നു. അതുകൊണ്ടാണ് ഇത് കേവലം ഒരു 20 രൂപയല്ല എന്നവിടെ അദ്ദേഹം പറയുന്നത്. ദൂസരേ ദിൻ, അടുത്ത ദിവസം, ബഹുത്ത് സുബഹ്, അതിരാവിലെ, ഫിർ വീണ്ടും, കോയി റിപ്പോർട്ട് ലേനെ, വേറെ ഏതോ ഒരു റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടി, ദൂസരി തരഫ് മേരി ചോട്ടി ബഹൻ കോ ജാനാപ്പട, വീണ്ടും രണ്ടാമത്തെ വട്ടം റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടി എൻ്റെ ചോട്ടി ബഹൻ, ചെറിയ സഹോദരി, ബഹൻ എന്ന് പറഞ്ഞ സഹോദരി, എൻ്റെ ഇളയ അനിയത്തിക്ക് ജാനാപ്പട, പോകേണ്ടതായി വന്നു. ഈ പട എന്ന സെൻറ്റൻസിൽ കാണുകയാണെങ്കിൽ ഇതൊരു സഹായക ക്രിയയാണ്. ജാനാപ്പട, ചലനാപ്പട എന്നൊക്കെ പറഞ്ഞ് കാണും. പട എന്ന് പറഞ്ഞാൽ പോകേണ്ടതായി വന്നു എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ. മേരി ബഹനെ, എൻ്റെ സഹോദരി, നന്നി ബച്ചി കൊ ഗോതുമേലേ രഖാത, നന്നി ബച്ചി കുഞ്ഞു കുട്ടി, ചെറിയ പെൺകുട്ടി, അവൾക്കൊരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയെയും ഗോതുമ മടിയിലെ ലേ രഖാത വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടിയെ എടുത്തിട്ടാണ് ഇവളോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. റിപ്പോർട്ട് ലേനെ കെ ബാദ്, റിപ്പോർട്ട് വാങ്ങിയതിന് ശേഷം, ഉസേ ഫോട്ടോ കോപ്പി കർവാനി ദി, അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി കൂടി വേണമായിരുന്നു. വഹ് പൈസ ഡൂണ്ടിനെ ലഗി, അപ്പം ഫോട്ടോ കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് അവൾ പൈസ തിരയാൻ തുടങ്ങി. ഡൂണ്ടിന എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക, തിരയുക. ജേബുമേ പൈസ നഹിത്, അവളുടെ പോക്കറ്റിൽ പൈസ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവളുടെ പേഴ്സിലെ ബാഗിൽ പൈസ ഉണ്ടായിരുന്നില്ല. ഊപ്പർ അസ്പത്താൽ കെ ചൗദേ തല്ലേമേ ഹി ചൂട്ട് ഗയേതേ, അസ്പത്താൽ കെ ചൗദേ തല്ലേമേ, ആ 4ാമത്തെ നിലയിൽ ചൂട്ട് ഗയാത, വെച്ച് മറന്നു പോന്നു അവൾ. ഉസ്നെ ദുക്കാൻദാർ സെ കഹ, അവൾ കടക്കാരനോട് പറഞ്ഞു, കി എന്തെന്നാൽ, വഹ് കുച്ച് ദേർമേം പൈസയിലാക്കർ ദേഗി, ഞാൻ കുറച്ച് കഴിയുമ്പോൾ പൈസ കൊണ്ടുവന്ന് തരാം, ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, മറന്നു പോയതാണെന്ന് പറയാണ്. ഉസേ ഫോട്ടോ കോപ്പി ചാഹി, എനിക്ക് അതിൻ്റെ ഫോട്ടോ കോപ്പി വേണം. ജരൂരി ഹേ, എന്തായാലും തീർച്ചയായിട്ടും വേണം. എന്നാൽ ദുക്കാൻദാർ ആനാകാനി കർത്താധിക, ദുക്കാൻദാർ അത് കേട്ട ഭാവം പോലും നടിച്ചില്ല, അവളെ നോക്കിയൊന്നുമില്ല, അത് കേൾക്കാത്ത പോലെ അയാൾ ഇരുന്നു. തഭി, അപ്പോൾ അവളാകെ വിഷയമായി, അവളുടെ കൈ, കാരണം അവളുടെ അന്നേരം പൈസ ഇല്ല. അയാൾ തഭി പാസ് ഗഡെ, അപ്പോൾ അടുത്ത് നിന്നിരുന്ന ഏക് ലടുക്കെ, ഒരാൺകുട്ടി, നെ ഉസ്കി ഫോട്ടോ കോപ്പി കെ ഭി പൈസ ജമാ കർ ദിയെ, അവൻ്റെ ഫോട്ടോ കോപ്പിയോടൊപ്പം ഇവളുടെ പൈസയും കൂടി അടച്ചു, ഫോട്ടോ കോപ്പിയുടെ പണവും കൂടി ആ ഒരു ലടുക്ക് കൊടുത്തു. ബഹൻ ഉസേ പലട്ടുകർ കുച്ച് കഹത്തി ലേക്കിൻ വഹ് ഭീഡ് മേ ഗായബ് ഹോ ചുകാത, അവള് അവനെ തെരഞ്ഞു, എന്തോ പറയാൻ വേണ്ടിയിട്ട് തിരിഞ്ഞപ്പോഴേക്കും അവൻ ആ തിരക്കിലേക്ക് അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു. ഭീഡ് എന്ന് പറഞ്ഞാൽ ജനക്കൂട്ടം, ഗായബ് എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമാവുക. അപ്പോൾ അവനെ പിന്നെ കാണാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം കണ്ടിരുന്നത്, നമ്മുടെ ലേഖിക പോയ സമയത്ത് ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ, അതൊരു മനുഷ്യത്വമാണ്. ഇതേപോലെ തന്നെയുള്ളൊരു സംഭവം തന്നെയാണ് ഇപ്പോഴും കണ്ടത്. അനുജത്തി റിപ്പോർട്ട് വാങ്ങാൻ നിന്ന സമയത്ത് അവളുടെ വിവശത മനസ്സിലാക്കിയിട്ട് മറ്റൊരാൾ അവളെ ഹെൽപ്പ് ചെയ്യുന്നു. സഹാനുഭൂതി, മനുഷ്യത്വത്തെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു യൂണിറ്റിൽ തന്നെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് വായിച്ച് നോക്കുക. വേർഡ് മീനിങ് ഒക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്